പല കൂട്ടുകാരെ കൊണ്ടും ആ പല മക്കളും നശിക്കാറുള്ളത് അല്ലേ? പലരും ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത് കൂട്ടുകാരെ കൊണ്ട്, പലരും വേണ്ടാത്തരത്തിന് കൂട്ടുനിൽക്കുന്നത് കൂട്ടുകാരെ കൊണ്ട്, പല കുടുംബത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പെൺകുട്ടികളെ കാവലിൽ നിന്ന് സൂചന കൊടുത്ത് സഹായിക്കുന്നതും കൂട്ടുകാര്. ശൈത്താൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന കൂട്ടുകാരൻ ഒരിക്കലും എന്റെ നന്മയല്ല എന്നെന്റെ മക്കൾ ചിന്തിക്കണം. ഒരു ഗുണവുമില്ലേ, ആ സൗഹൃദങ്ങൾ വേണ്ടെന്ന് വെക്കണം. സിനിമ നൽകുന്ന കൂട്ടുകാരനോ ബ്ലൂ ഫിലിം നൽകുന്ന കൂട്ടുകാരനോ വേണ്ടെന്ന് വെക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അൽ മർഉ അലാ ദീനി ഖലീലിഹി, നമ്മളൊക്കെ പലപ്പോഴും കൂട്ടുകാരെ മതത്തിലാണ്. അവരെന്ത് ചെയ്യുന്നോ അതിന്റെ കൂടെ, അവരെന്ത് ആവേശം കാണിക്കുന്നോ. ഇക്കഴിഞ്ഞ ദിവസം 3 മക്കളാ റോട്ടുമ്മ തീർന്ന്. ഇരുചക്ര വാഹനത്തിൽ 3 ആളും കൂടി പറന്നു പോകുമ്പോ ഒരു വളവിൽ വെച്ച് മറ്റൊരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചപ്പം 2 മക്കളും കണ്ണീരോടെ മാപ്പാരന്മാര് പറയുന്നുണ്ട്, എന്റെ നല്ല മക്കളായിരുന്നു, അവന്റെ കൂടെ കൂടിയപ്പോഴാ എന്റെ മക്കള് മോശമായത് എന്ന്. എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കൊരു ഗുണവും തരാത്ത സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്കണം. എന്തെങ്കിലും ഭക്ഷണം വാങ്ങിത്തരലും ഷെയറിട്ട് മന്തിയയിക്കാൻ പോകലും മാത്രമല്ല ഒരു നല്ല സൗഹൃദത്തിന്റെ ലക്ഷണം. ബാങ്ക് കൊടുക്കുമ്പം യാത്രയിലാണോ വാഹനം നിർത്തണം, ജമാഅത്തിന് പോകണം. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. ചിലപ്പോഴൊക്കെ ചില സമരം ഉണ്ടാകുമ്പം ചില കുട്ടികൾ കാണാ നമ്മളെ മുൻപിൽ നിന്നൊരു കയ്യൊക്കെ അങ്ങോട്ട് വലിച്ചു കയറ്റും. എന്താ, ഇന്ന് ഞാളെ പാർട്ടീന്റെ സമരാണ്. അതാണോ ഹീറോയിസം? അതാണോ ആണത്വം? ഗുരു പഠിപ്പിക്കുന്ന, അക്ഷരം പഠിപ്പിക്കുന്ന ഗുരുവര്യരെ അസഭ്യം പറയലാണോ ആണത്വം? അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകയുടെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയലാണോ പെണ്ണത്വം? അക്ഷരങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന അധ്യാപകർക്ക് മുൻപിൽ ഉയർത്തിക്കെട്ടുന്ന മാടിക്കുത്തുന്ന മുണ്ടുകളും റിബൺ കെട്ടുന്ന തലയും ആ കൂക്കുവിളിയുമാണോ യൗവനങ്ങളുടെ ആണത്വം? അല്ല, അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാ. വേഷം കെട്ടുന്ന മാണം കെട്ട ജീവിതത്തിന്റെ ഉടമകൾക്ക് ഈ ലോകത്ത് കെട്ടുന്ന ഏറ്റവും വലിയ അപമാനമാ അത്തരത്തിലുള്ള ജീവിത രീതികളിലേക്ക് ചെന്നെത്തുക എന്നുള്ളത്. ഞാൻ പറയാറുണ്ട്, ചില കല്യാണപ്പുരയിലൊക്കെ തുള്ളുന്ന ചില ആൺകുട്ടികളെ കാണും. എന്താ അതിന്റെ ഉദ്ദേശം? 4-5 പെൺകുട്ടികൾ നോക്കിക്കുമ്പോൾ ഓലടയിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ. നിലവാരം നഷ്ടപ്പെടുത്തുന്ന കോലങ്ങളായി മാറരുത് മക്കളെ. ആണായാൽ യൗവനങ്ങളായാൽ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ്. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ പെരുമ്പാവൂരല്ല, എറണാകുളത്തല്ല, കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കേരളത്തിന്റെ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വരെ ആദർശത്തിന്റെ വെളിച്ചം എത്തിക്കാൻ പറ്റും. അതിനെന്തു വേണം? നിങ്ങൾ ഉറച്ചു നിൽക്കണം റബ്ബിന്റെ ദീനിനു വേണ്ടി. അത് നശിപ്പിക്കാൻ ശൈത്താൻ കൊണ്ടുതരുന്ന ആദ്യത്തേതാണ് മോശം കൂട്ടുകാരൻ. അവൻ നമ്മളെ നശിപ്പിക്കുമെങ്കിൽ അവന്റെ സൗഹൃദം വേണ്ടെന്ന് വെക്കണം. അതോടൊപ്പം തന്നെ അവിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് ചെന്ന് കയറരുത്. ഈ സദസ്സിന്റെ പിൻഭാഗത്തിരിക്കുന്ന പെൺമക്കളെ തൊട്ട് 1000 വാപ്പമാർക്ക് സ്വപ്നങ്ങളുണ്ട്. ഈ സദസ്സിലേക്ക് അവരെ പറഞ്ഞയക്കുമ്പോൾ പോലും മാതാപിതാക്കൾക്കൊരു സ്വപ്നമേയുള്ളൂ, എന്റെ പെൺമക്കൾ ഒരു നല്ല മക്കളായിട്ട് വളരണം. നാളെ ഈ തലമുറയിലെ മക്കളുടെ നേതൃത്വ സ്ഥാനത്തേക്കും നല്ല മക്കൾക്ക് ജന്മം കൊടുക്കാനും റബ്ബ് സൃഷ്ടിച്ച ഈ ലോകത്തെ ഏറ്റവും നല്ല പുണ്യ സൃഷ്ടി സ്ത്രീ എന്ന കൂട്ടർ. ആ സ്ത്രീ എന്ന മകളെ, ആ സ്ത്രീ എന്ന പെൺകുട്ടിയെ കയ്യും കാലും കാണിച്ച് അവിശുദ്ധ ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ശാപവും പാപവുമാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഇന്നതാ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഓൻ ആണല്ല. കുറച്ച് പ്രേമവും കുറച്ച്, ഞാൻ അതിന്റെ മലയാളവും ഇംഗ്ലീഷും പറയുന്നില്ല, പ്രണയവും പ്രേമവും ഒക്കെ ഒന്നില്ല, എനിക്കില്ല, എനിക്കുണ്ട്. അതാണോ ആണത്വം? അതാണോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം? 1000 സ്വപ്നങ്ങളുമായി ഒരു വാപ്പയമ്മയും പോറ്റിക്കൊണ്ടുവരുന്ന പെണ്ണിനെ കയ്യും കാലും കാണിച്ച് ബസ് സ്റ്റോപ്പ് കാത്തുനിന്ന് എഴുത്തു കൊടുക്കലും മെസ്സേജ് അയക്കലും ആണ് നിലവാരം? അത് ജീവിതത്തിൽ ഏറ്റവും നിലവാരമില്ലായ്മയാണ്. കാരണം നിങ്ങൾക്ക് പെൺമക്കൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് ആ മക്കളെ പറ്റി സ്വപ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവനവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെൺമക്കളുടെ ശരീരം നോക്കുന്ന ഒരാണിനെ കണ്ടാൽ നെഞ്ചു പൊട്ടിയിട്ടൊരു വാപ്പ കരയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും നല്ലോനാരാ? നല്ല സ്റ്റൈലിൽ മുടി കറുപ്പിച്ചിട്ടും ചുവപ്പിച്ചിട്ടും പടപടാ പൊറ്റുന്ന ബുള്ളറ്റിൽ 4 ആളെ മുൻപിൽ ഷൈൻ ചെയ്യുന്നവനല്ല. ഓരോ ബന്ധങ്ങളോടും ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവൻ. ഇന്ന അക്രമക്കും, നിങ്ങളിൽ മാന്യനാണവൻ.
വിവാഹത്തിന്റെ മുൻപ് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ മുൻപിൽ അഭിമാനത്തോടെ പറയാൻ പറ്റണം, ഞാൻ എന്റെ ആയുസ് കൊണ്ട് ഒരു പെണ്ണിനെയും വഞ്ചിച്ചിട്ടില്ലാന്ന്, ഒരു പെണ്ണിന്റെ മാനത്തിനും ബലമെടുത്തിട്ടില്ലാന്ന്, ഒരു പെണ്ണിന്റെ ശരീരവും ഞാൻ സ്പർശിച്ചിട്ടില്ലാന്ന്. അത് പെൺമക്കൾക്കും പറയാൻ പറ്റണം. ആദ്യ രാത്രിയിൽ സ്വപ്നം കണ്ട് മഹർ തന്ന് കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവിന്റെ മുൻപിൽ കൂടെ പഠിച്ച ആൺകുട്ടികളുടെ പഴംപുരാണങ്ങൾ പറഞ്ഞ് ഗെറ്റ് ടുഗദറിന് വേണ്ടി കാത്തിരിക്കുന്ന പെൺമക്കളല്ല ഏറ്റവും നല്ല പെൺമക്കൾ. മറിച്ച് ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റണം, നിങ്ങളാ എന്നെ ആദ്യം സ്പർശിക്കുന്നത് എന്ന്. അതൊരു അഭിമാന മക്കളെ, അതൊരു ഇസ്സത്താ. അത് പറയാൻ പറ്റുന്ന രീതിയിലാകണമെങ്കിൽ ബന്ധങ്ങളെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കണ്ടെത്താൻ പറ്റണം. അവിശുദ്ധ ബന്ധങ്ങളാണോ വേണ്ടെന്ന് വെക്കണം. ലഹരിയും ഹീറോയിസവും ഇന്ന് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് മീഡിയക്കാരൻ പഠിപ്പിക്കുമ്പോ പോയി പണിയൊക്കാൻ പറയണം. അതേത് സിനിമാ നടനാണെങ്കിലും അതേത് പരസ്യ മോഡലുകളാണെങ്കിലും. കാരണം നമ്മളെ മക്കളെ എത്രമാത്രം നശിപ്പിച്ചു എന്നതിന്റെ ലക്ഷണങ്ങളാ. ഇക്കഴിഞ്ഞ ദിവസം പോലും നല്ല ഡിഗ്രി വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വല്യുപ്പാന്റെയും വല്യുമ്മാന്റെയും കഴുത്തറുത്ത് തീൻമേശയിൽ വെച്ച് ലഹരി ഇല്ലാത്തതിന്റെ പേരിൽ അക്രമാസക്തനായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലഹരി മക്കളെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തി നൽകുകയില്ല. നിങ്ങളൊക്കെ ഒരു വാപ്പന്റെയും എന്റെയും വലിയ സ്വപ്നങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങൾ ജനിക്കുന്നതിന്റെ മുൻപേ സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദുനിയാവിലെ ഏക സൃഷ്ടികൾ നിങ്ങൾക്ക് ജന്മം തന്ന വാപ്പയും മെയ്യ. ഇപ്പോഴും ഈ തണുപ്പത്ത് നിങ്ങൾ ഇരിക്കുമ്പോ കത്തിയാളുന്ന വെയിലത്ത് റോഡ് വക്കിൽ കാലിന്റെ നീര് സഹിച്ച് ഓറഞ്ച് വിൽക്കുന്നവനും ഒരു കുടുംബമുണ്ട്. ബസ്സുകളിൽ ചീറിപ്പായുന്ന ബസ്സുകൾക്കുള്ളിൽ തണ്ടും തടിഞ്ഞും കൊമ്പികളിലേക്ക് കൂട്ടിയിടിച്ചും തന്റെ ടിക്കറ്റ് കൊടുക്കുന്നവനും ഒരു കുടുംബമുണ്ട്. വൈകുന്നേരം പകലന്തിയോളം 3 മണിക്ക് എഴുന്നേറ്റ് ഒരു മീൻ കൊട്ടയും എടുത്ത് കുടുംബം പോറ്റാൻ ഇറങ്ങുന്നവന്റെ മനസ്സിലും മക്കളുണ്ട്, കുടുംബമുണ്ട്. ഒരു വാപ്പയമ്മയും മനസ്സറിഞ്ഞ് ജീവിച്ചതുകൊണ്ടാ നിങ്ങൾക്ക് ഇത്ര ധൈര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നതെങ്കിൽ ആ രക്ഷിതാക്കളെ ലഹരി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കരുത്, സങ്കടപ്പെടുത്തരുത്. ജന്മം തന്ന റബ്ബിനോടും ജനിപ്പിച്ച മാതാപിതാക്കളോടും നമ്മൾ തിരിച്ചു ചെയ്യേണ്ട ഏറ്റവും വലിയ മാന്യത, നമുക്ക് ജന്മം തന്നു എന്ന കാരണത്തിന്റെ പേരിൽ ഒരു നാടും ഒരു വീടും നമുക്ക് വേണ്ടി കരയാൻ പാടില്ല. നന്മണ്ടത്ത ആളുകൾ ഇന്നോർത്ത് കരയുന്നതും പെരുമ്പാവൂരിലുള്ള ആളുകൾ നിങ്ങളെ ഓർത്ത് കരയുന്നതും നാണക്കേടാ. അത് നിങ്ങളെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഈ നാടിന് നാണക്കേടാ. അതില്ലാതിരിക്കാൻ ലഹരിയിൽ നിന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൗഹൃദങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കൂട്ടുകാരെയാക്കാൻ പറ്റണം. ഓരോ ബന്ധങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന് ചിന്തിക്കണം. പെരുമ്പാവൂരിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിൽ നിന്ന് ഈ പെരുമ്പാവൂരിൽ നിങ്ങളെ കാണാൻ ഞാൻ എത്തിയത് ഞാനും നിങ്ങളും തമ്മിലുള്ള കുടുംബ ബന്ധത്തിന്റെ പേരിലല്ല, ആദർശ ബന്ധത്തിന്റെ പേരിലാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മളെ ഒരുമിച്ചുള്ള വിചാരണക്ക് വിളിക്കുമ്പോൾ ഈ കാണുന്ന ഓരോ ചെറുപ്പക്കാരനും പറയാൻ പറ്റും, അല്ലാഹു മഷ്ഹദ്, ഞാൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ, അവര് സ്വീകരിക്കാഞ്ഞിട്ടാ. അങ്ങനെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചൂണ്ടിപ്പറയപ്പെടുമ്പോൾ അപമാന ഭാരം കൊണ്ട് തലകുനിക്കുന്ന അവസ്ഥ വരാതിരിക്കണമെങ്കിൽ മക്കളെ, ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാകണം. മാന്യമായ പെരുമാറ്റം കൊണ്ട്, കുടുംബത്തോടുള്ള സ്നേഹപ്രകടനങ്ങളെ കൊണ്ട്, മോശമായ കാഴ്ചകളിൽ നിന്ന്, വൃത്തികെട്ട ലഹരിയിൽ നിന്ന് ജീവിതത്തിന്റെ ഏറ്റവും അഭിമാനബോധമുള്ള ഇസ്സത്തുള്ള മക്കളായി മാറാൻ ഈ ഹൈസക്ക് ഒരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.